السلام عليكم ورحمة الله وبركاته. الحمد لله وحده والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. വേദിക്കലുള്ള പണ്ഡിതന്മാർ, മുഖ്യ അതിഥിങ്ങ, അതേപോലെ സൗത്ത് കർണാടക സലഫി മൂവ്മെൻറ്റ് കേന്ദ്രീയ നേതാക്കന്മാർ, സദസ്സിലുള്ള എല്ലാ സഹോദരന്മാർ സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളെ ഈ പ്രോഗ്രാം ഒരു അല്ലാഹുര പക്കൽ സ്വീകരിക്കുന്നതായ വലിയ സത്കർമ്മമായിട്ട് ಮೊದಲಾಯಿತು ಅಲ್ಲಾಹು ಸ್ವೀಕರಿಕಟ್ಟೆ. ತೌಹೀದಿಗೆ ಆದ್ಯತೆ ನೀಡುವ, ಸುನ್ನತ್ ಪ್ರಕಾರ ಜೀವಿಸುವ ಚೆಲ್ರದಾಯ ಕ್ಯಾಂಪೈನ್ಗೆ സമാരംഭമായിത്തിക്കറ്. അതേപോലെ പതിനേഴാമത്തെ ഹന്തത്തെ ലേന്ത ഖുർആനരെ എക്സാം എഴുതിയതായ ആൾമാർക്ക് ബഹുമാന വിതര കാര്യക്രമം കൂടി അയച്ചിക്കറും. തൗഹീദ് പ്രಕಾರ അതേപോലെ സുന്നത്ത് പ്രಕಾರ ജീവിക്കുന്നത് പ്രതിയൊരു മുസ്ലിമും അവൻ്റെ അന്തിമ ശ്വാസ ഇക്കറൊടുത്തോളം, അവൻ്റെ റൂഹ് ഇക്കറൊടുത്തോളം തൗഹീദും സുന്നത്തും അനുസരിച്ചിട്ട് ജീവിച്ചിട്ട് മുഅ്മിനായിട്ട് മരിക്കുകയുള്ളതായ ഭാഗ്യം കിട്ടിയെങ്കിലും മാത്രമേ തിക്കറ് അവന് വിജയിച്ചത്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അവസാനത്തെ വിജയ ആഖിബത്ത് നന്നായിട്ട് മരിക്കുന്നത് മുത്തഖീങ്ങ മാത്രമേ തിക്കറാറ്. അല്ലാഹുരെ സദാസമയ പേടിച്ചിട്ട് ഭയഭക്തിയോടുകൂടെ ജീവിക്കുന്നതായ മുത്തഖീങ്ങൾക്ക് മാത്രമേ തിക്കറ് അവസാനത്തെ വിജയ. പരിശുദ്ധമായ ഖുർആൻ ഇത് പഠിക്കുന്നത് എല്ലാ മുസ്ലിമായിട്ടുള്ളതായ ആണ് പെണ്ണിരെ മേല് നിർബന്ധമായിട്ടുള്ളതായ ഒരു കാര്യം എത്തിക്കറും, ഫറലായിട്ടുള്ളതായ കാര്യം എത്തിക്കറും. ഖുർആൻ പഠിക്കാത്തവണു അജ്ഞാനിയായിത്തിക്കറ, ഖുർആൻ പഠിക്കാത്തവണു മൂർഖനായിത്തിക്കറ, ഖുർആൻ പഠിക്കാത്തവണു അവನು ആധുനിക ഏത് ടെക്നോളജിക്ക് എത്തിയെങ്കിലും ഈ താത്കാലികമായിട്ടുള്ളതായ ദുനിയാവിലു ഏത് സ്ഥാന ഇന്നെങ്കിലും അധികാര ഇന്നെങ്കിലും ജനബെമ്പല ഇന്നെങ്കിലും സമ്പത്ത് ഇന്നെങ്കിലും അള്ളാഹുരെ വിശുദ്ധമായ കലാമുരെ വിഷയത്തിൽ അവനക്ക് നോളജ് ഇല്ലെങ്കിൽ ഖുർആൻ അനുസരിച്ചിട്ടുള്ളതായ ജീവിത അവൻ്റെത് ഇല്ലെണ്ടെങ്കിൽ അവനു തീരാ നഷ്ടത്തിലെത്തിക്കറ. അവൻ്റെ അത്ര വലിയ അജ്ഞാനി അള്ളാഹുര പക്കൽ ആറു ഇല്ല ചെല്ലതായിത്തിക്കറ് സത്യ. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ പവിത്രമായിട്ടുള്ളതായ ഖുർആൻ 14ാമത്തെ അധ്യായ സൂറത്ത് ഇബ്രാഹിമിലെ 1ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ചൊല്ലുന്നത്, ഈ ഗ്രന്ഥത്തിലെ നിങ്ങൾക്ക് ഇറക്കി തന്നത് ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂരി ബിഇദ്നി റബ്ബിഹിം ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്. അന്ധകാരത്തില് ചിമ്മല് മുങ്ങിക്കുളിച്ചതായ സമൂഹത്തിലെ മനുഷ്യന്മാരെ ഹിദായത്തിലെ വെളിച്ചത്തുക്ക് പ്രകാശത്തുക്ക് കൊണ്ടുവരുകയായിട്ട് അല്ലാഹുരെ അനുമതി പ്രകാര സ്തുതിക്കർഹനായിട്ടുള്ളതായ പ്രതാപശാലിയായിട്ടുള്ളതായ അല്ലാഹുരെ മാർഗത്തുക്ക് അല്ലാഹുരെ വേ അതുക്ക് കൊണ്ടുവരുകയായിട്ട് എത്തിക്കറ് ഈ വിശുദ്ധമായ ഖുർആനിനെ ഇറക്കി തന്നത് ചെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല
പവിത്രമായിട്ടുള്ളതായ ഖുർആനിൽ ചെൽറ ഖുർആനര വിഷയത്തിൽ അശ്രദ്ധലുള്ളവണു ഖുർആൻ പഠിക്കാത്തവണു നാളെ പരലോകത്തുക്ക് അന്ധനായിട്ട് കണ്ണു കാണാത്തതായ കുരുടനായിട്ട് അള്ളാഹുരെ കോർട്ടുലു അള്ളാഹുരെ സന്നിധിയില് അവനെ ഒരുമിച്ച് കൂട്ടിച്ചെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹല് അല്ലാഹു സുബ്ഹാനഹു തആല ചെൽറ അല്ലാഹു സുബ്ഹാനഹു തആല 13-ാമത്തെ അധ്യായ സൂറത്ത് റഅദിൽ മുഅ്മിനീങ്ങളെ ക്വാളിറ്റി അല്ലാഹു തആല ചെൽറത് അല്ലദീന ആമനു അങ്ങ് ആറ് ചെന്നെങ്കിൽ അല്ലാഹുലു പരിപൂർണമായിട്ടുള്ളതായ വിശ്വാസ ഇട്ട ആൽമാറായിട്ടിക്റാർ വതത്മഇന്നു ഖുലൂബുഹും അങ്ങളെ ഹൃദയത്തിക്ക് ശാന്തത സമാധാനത്തിര നെമ്മതിരെ കൊണ്ടുവന്ന ആൽമാറായിട്ടിക്റാർ ഏതൊരാളും ആഗ്രഹിക്കുന്നത് ഈ ദുനിയാവിൽ ജീവിക്കുന്നതായ കാലത്തോളം മനഃശാന്തിയോടുകൂടെ നെമ്മതിയോടുകൂടെ റാഹത്തോടുകൂടെ ജീവിക്കൊണ്ടു ചെല്ലതായിത്തിക്കറ് അത് ആഗ്രഹിക്കാത്തതായ മനുഷ്യക്കലെ അല്ലാഹു സുബ്ഹാനഹു തആല ചെന്നത് അലാ അതേ ആയത്തിൽ അല്ലാഹു തആല ചെൽറ അലാ അറിയോറു നിങ്ങ അറിയോറു ബിദിക്രില്ലാഹ് അല്ലാഹുരെ സ്മരിക്കൽ കൊണ്ടു മാത്ര തത്മഇന്നുൽ ഖുലൂബ് നിങ്ങളെ ഹൃദയത്തിക്ക് നെമ്മതി ലഭിക്കും ശാന്തത ലഭിക്കുന്നത് അല്ലാഹുരെ സ്മരിക്കൽ കൊണ്ടു മാത്രമായിത്തിക്കറ് ഈ ആയത്തിലെ വ്യാഖ്യാനത്തിൽ തഫ്സീറിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങ ചെന്നത് അല്ലാഹുരെ സ്മരിക്കുള്ളതായ അല്ലാഹുരെ നനപ്പാക്കുള്ളതായ ഒന്നാമത്തെ മാർഗം എന്തെങ്കിൽ അത് കലാമുല്ലാഹ് അല്ലാഹുരെ പവിത്രമായിട്ടുള്ളതായ ഖുർആനായിത്തിക്കറ് ഖുർആൻ പഠിക്കാതെ ഖുർആൻ ഓതാതെ ഖുർആനിന്റെ അർത്ഥം മനസ്സിലാക്കാതെ ഖുർആനിന്റെ തഫ്സീർ മനസ്സിലാക്കാതെ ഖുർആനിന്റെ വിഷയത്തിൽ അറിവില്ലാതെ ബാക്കി ഏത് ടെക്നോളജി അവന് നേടിയെടുത്തെങ്കിലും എത്ര സമ്പത്ത് അവൻ്റെ ഇന്നെങ്കിലും എത്ര വലിയ അധികാരം നേടിയെടുക്കുക ഈ ദുനിയാവിൽ അവനക്ക് സാധിച്ചെങ്കിലും എത്ര ജനബെമ്പല അവൻ്റെ ഇന്നെങ്കിലും അല്ലാഹുവിന്റെ വിശുദ്ധമായിട്ടുള്ളതായ ഖുർആൻ അവന് മടങ്ങില്ലെങ്കിൽ ഖുർആനിന്റെ വിഷയത്തിൽ അവനക്ക് അറിവില്ലെങ്കിൽ ഖണ്ഡിതമായും ഈ ദുനിയാവിലും മാത്രമല്ല ശാശ്വതമായിട്ടുള്ള മരണാനന്തരമുള്ളതായ ശാശ്വതമായിട്ടുള്ളതായ ലോകത്തില് പരലോകത്തില് അവനക്ക് നെമ്മതി ലഭിക്കല് ശാന്തി ലഭിക്കല് അവന്റെ ഹൃദയത്തിക്ക് ശാന്തി ലഭിക്കല് ചെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ധാരാളമായിട്ടുള്ളതായ ഹദീസുകളിൽ നിന്ന് വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ, ഈ പ്രോഗ്രാമുക്ക് വന്നതായ വരാത്തതായ നിങ്ങളെ കുടുംബക്കാർ, നിങ്ങളെ സഹോദരന്മാർ, നിങ്ങളെ സഹോദരിമാർ, നിങ്ങളെ റായച്ച ആൽമാർ, അങ്ക് ഈ ഖുർആനിലെ സന്ദേശത്തോടെ നിങ്ങൾ എത്തുപാട്ടി കൊടുക്കണം. സൗത്ത് കർണാടക സലഫി മൂവ്മെന്റ് വലിയ ഒരു പദ്ധതിയായിട്ട് ഇത് കൊണ്ടുവന്നത്. അള്ളാഹുവിന്റെ പവിത്രമായിട്ടുള്ളതായ ഖുർആൻ ഇതൊരു ബിസിനസ്സിന്റെ ഭാഗമല്ല. എന്തെങ്കിലും ലാഭം നേടിയെടുക്കുകയായിട്ട് സംഘടനയ്ക്ക് എന്തെങ്കിലും ഒരു ലാഭം നേടിയെടുക്കുകയായിട്ട് ഉണ്ടാക്കിയതായ പദ്ധതിയല്ല. എന്തും 10 പൈസരെ ദുനിയാവുരെ ലാഭ കൊതിക്കാമാറ് അധ്വാനിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ട് പ്രയാസപ്പെട്ടിട്ട് സമ്പാദിച്ചതായ സമ്പത്ത് കഠിനാധ്വാനം കൊണ്ടുത്തു ഈ പ്രോഗ്രാമുക്ക് ചെലവാക്കിയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടതായ ലേന്ത ഖുർആനിലെ എല്ലാ പദ്ധതിക്ക് അങ്ങ് ചെലവാക്കിയിട്ട് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം, അതേപോലെ 18ാമത്തെ ഹന്തത്തെ ഖുർആൻ ലേന്ത ഖുർആനിലെ പുസ്തകയുടെ ബിടുകടയിട്ട് എന്തുക വേനായിട്ട് അയച്ചിക്കറ്. നിങ്ങളെ മക്കൾക്ക് ഈ ഖുർആനിലെ സന്ദേശം എത്തണം, നിങ്ങളെ ഔത്തുക ഈ ഖുർആനിലെ സന്ദേശം എത്തണം, അല്ലിക്ക് ഈ ഖുർആനിലെ സന്ദേശം എത്തണം. നിങ്ങളെ കുടുംബത്തിക്ക്, നിങ്ങളെ സഹോദരന്മാർക്ക്, നിങ്ങളെ സഹോദരിമാർക്ക്, നിങ്ങളെ റായത്ത ആൽമാർക്ക് ഈ ഖുർആനിലെ സന്ദേശം എത്തണം. നാളെ പരലോകത്ത് എത്തുമ്പോ ഖുർആൻ പഠിക്കുക ആയിട്ടില്ലേ, ഖുർആൻ പഠിക്കുള്ളതായ അവസരം ഉണ്ടായിട്ടില്ലേ, അതുക്കുള്ളതായ സമയം ഉണ്ടായിട്ടില്ലേ, അതുക്കുള്ളതായ പദ്ധതി ഇല്ലാന്ന് ചെന്ന് നിങ്ങൾ നാളെ ഖേദ പ്രകടനാക്കുക തീര.
അതുകൊണ്ടു അല്ലാഹു സാക്ഷിയായിത്തിക്കറ് നിങ്ങളൊട്ടിಗೆ ചെല്ലുള്ളത് അതുക്കുള്ളതായ എല്ലാ വ്യവസ്ഥയും നിങ്ങളെ സൗകര്യം അനുസരിച്ചിട്ട് നിങ്ങൾ ഔത്തുലിക്കുമ്പത്തുകോ അതേപോലെ നിങ്ങൾ യാത്രയിൽ ഇന്നുണ്ടെങ്കിൽ അതേപോലെ നിങ്ങൾ ഏത് ജാഗക്ക് പോയെങ്കിൽ നിങ്ങളെ സ്വറ നിങ്ങളെ ഡ്യൂട്ടി എല്ലാം ಬಿಟ್ಟು നിങ്ങൾ വിശ്രമത്തിലിക്കുമ്പത്തുകോ നിങ്ങളെ മക്കൾക്കും നിങ്ങളെ പെഞ്ഞായിക്കും നിങ്ങളെ ഉമ്മ അബ്ബക്കും നിങ്ങളെ കുടുംബക്കാർക്കും അങ്ങനെ സൗകര്യ പോലെ വിശുദ്ധമായിട്ടുള്ളതായ ഖുർആൻ പഠിക്കുള്ളതായ വലിയ ഒരു പദ്ധതി അല്ലാഹുവിനെ സാക്ഷിയാക്കിയിട്ട് സൗത്ത് കർണാടക സലഫി മൂവ്മെന്റ് SKSM അതേപോലെ അതിന്റെ അധീന സംസ്ഥ നിങ്ങൾക്ക് സജ്ജീകരിച്ചിര് ഇത് നാളെ പരലോകത്തിൽ സാക്ഷിയായിത്തിക്കറ് അതുകൊണ്ട് ഖുർആൻ നിങ്ങൾ പഠിക്കറു ഖുർആൻ പഠിച്ചങ്ങ ഒരിക്കലും നഷ്ടത്തിലാവല ഖുർആൻ പഠിച്ചങ്ങ അല്ലാഹുവിന്റെ അഹ്ലുകാരായിത്തിക്കറാറ് അല്ലാഹുവിന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ആൽമാരായിത്തിക്കറാറ് പരലോകത്തിൽ ചെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നെങ്കിൽ എൻ്റെ ഒരു അനുഭവം മാത്രം ഈ സന്ദർഭത്തിൽ നിങ്ങളൊട്ടിಗೆ ചെന്ന് നാ നിപ്പാട്ടെ ഒരു 2 വർഷം മുന്നലു ഇതേ മൈക്കാലത്തിൽ വലിയ ഒരു ബിസിനസ്മാൻ വലിയ ഒരു അറിയപ്പെട്ടതായ ഉദ്യമി നക്കൊരു ഫോൺ വിളിക്കറ് അയാൾ നല്ലൊട്ടിಗೆ ചെന്ന് ഉസ്താദേ നക്ക് നല്ല ബിസിനസ് ഉണ്ട് നല്ല വരുമാനമുണ്ട് പടച്ചിറപ്പ് ബേന്മായ എത്ര തന്നറ ഹൈങ്കല നാ വലിയ ഒരു നഷ്ടത്തിലുള്ള വിശുദ്ധ ഖുർആൻ നക്ക് പഠിക്കുക ഇത്തില്ല ഖുർആൻ നക്ക് ഓതുക ഇത്തില്ല ഖുർആൻ നന്നെ കൊണ്ടുത്ത് ഓതുക സാധ്യയില്ല ചെറിയ ചെറിയ മക്ക ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോൾ യൂട്യൂബിൽ നിന്ന് നന്റെ മനസ്സ് പൊട്ടുരു ಅದಕ್ಕೆ എന്ത് പദ്ധതിയായിട്ടിക്കുള്ളത് ചെന്ന് അയാൾ കണ്ണുര തന്നെ എടുത്തിട്ട് നല്ലൊട്ടിಗೆ ചെന്നപ്പോ ನಾನು അയാളൊട്ടിಗೆ ചെന്ന് നിങ്ങൾ ബേജാറാവണ്ട ടെൻഷൻ ആവണ്ട നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസരം ഉണ്ടെങ്കിൽ നന്റെ ടൈമുര ನಾನು ചെലവാക്കിയിട്ട് നിങ്ങൾ ഔത്തിൽ ಬಂತು ഖുർആൻ പഠിപ്പാട്ടു ನಾನು റെഡിയുള്ള ചെന്നപ്പോ അയാൾ സമ്മതിക്കറ് ഒരു വർഷ സുബഹി നിസ്കരിച്ചിട്ട് 6 ഗಂಟೆ പിടിച്ചിട്ട് 8 ഗಂಟೆത്തോളം അയാൾ ഔത്തുൽ തെച്ചിട്ട് അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ടുത്തു തൗഫീഖ് കൊണ്ടുത്തു വിശുദ്ധമായ ഖുർആൻ നക്ക് പഠിപ്പാട്ടൊക്കെ ആ ഖുർആൻ അയാൾ പഠിച്ചിട്ട് അയാൾ സഫറിലും വിദേശ രാജ്യത്തേക്ക് പോയെങ്കിലും അവിടെയും എല്ലാ ടൈമിലും നന്റെ വോയിസ് കേട്ടിട്ട് ആ ക്ലാസ്സിൽ അതേപോലെ പഠിച്ചിട്ട് അൽഹംദുലില്ലാഹ് ഇണ്ടയാൾ ഖുർആൻ ഓതുരു ഖുർആനിന്റെ അർത്ഥ പഠിക്കറ് ഈ റമളാനിലെ ലാസ്റ്റ് നാല് പെരുന്നാളാവുടതായ ആ ജാവുലു നക്ക് വിളിച്ചിട്ട് ചെന്ന് ഉസ്താദേ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ് ഈ വിശുദ്ധമായ റമളാനില് നക്ക് ഒരു ഖത്ത് തീർക്കുകയായിര് വിശുദ്ധ ഖുർആനിലെ 1-ാമത്തെ അധ്യായ സൂറത്ത് ഫാത്തിഹയെ പിടിച്ചിട്ട് വിശുദ്ധ ഖുർആനിലെ 114-ാമത്തെ അധ്യായ സൂറത്ത് നാസ് തോല ഓദിട്ട് നക്ക് ഒരു ഖത്ത് തീർക്കുകയായിട്ട് ചെന്നെങ്കിൽ എന്തേ നക്ക് ഖുർആൻ പഠിക്കുകയാവല് ഖുർആൻ പഠിക്കുക അത്രയും വ്യവസ്ഥ ഞങ്ങളെ സംഘടന SKSM നിങ്ങൾക്ക് തന്നിട്ടും ഞങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഈ സന്ദേശം ഞങ്ങൾ എത്തുപാട്ടില്ലെങ്കിൽ ಖಂಡಿತമായും അല്ലാഹുവിന്റെ പക്കൽ ഞങ്ങൾ തീരാ നഷ്ടത്തിലെത്തിക്കറ അതേപോലെ ഈ പദ്ധതിയെ കൊണ്ടുവന്നത് നിങ്ങൾ നോക്കൂ ഞങ്ങളെ സഹോദര ദാറുൽ ഉമൻസ് അറബി കോളേജിലെ ചെയർമാൻ മൂസ തലപ്പാടിയും അതേപോലെ ദാറുൽ ഉമൻസ് അറബി കോളേജിലെ ഡയറക്ടറും ഉമ്മ അർഷദുമായിത്തിക്കറ് റിയാദിൽ നിന്ന് ഞങ്ങളെ ഈ SKSM ചെല്ലുന്നതായ മഹത്വരമായിട്ടുള്ള ഈ സംഘടനക്ക് ഈ യോജന കൊണ്ടുവന്നത് അൽഹംദുലില്ലാഹ് ഒരു സെന്ററിൽ വെച്ചിട്ട് തുടങ്ങിയതായ ലേന്ദ ഖുർആന്റെ എക്സാം ഉണ്ട് അൽഹംദുലില്ലാഹ് 28 സെന്ററിൽ നടന്നിട്ട് 1300 ചില്ലാന ആൾമാർ എക്സാം എഴുതിയെങ്കിൽ നെക്സ്റ്റത്തെ എക്സാം ഞങ്ങളെ എല്ലാ സെന്ററിലും എല്ലാ ഘട്ടകത്തിലും നടന്നിട്ട് 2000 മേൽ ആൾമാർ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങളെ എല്ലാ നിലക്കുള്ളതായ പ്രോത്സാഹനവും സഹകരണവും സപ്പോർട്ടും അഗത്യമായിത്തിക്കറ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ പദ്ധതി അള്ളാഹു സ്വീകരിക്കട്ടെ ഇതൊക്കെ വേനായിട്ട് കഠിനാധ്വാനിക്കതായ ആൾമാരുള്ളാർ ഈ സന്ദർഭത്തിൽ അങ്ങനെ ഞങ്ങൾക്ക് മറക്കുക സാധ്യമല്ല അള്ളാഹു ഞങ്ങൾക്ക് തക്കതായ പ്രതിഫലം കൊടുത്തിട്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഞങ്ങളെ കർമ്മത്തിൽ അള്ളാഹു സ്വീകരിക്കട്ടെ ഞങ്ങളെ മക്കൾ അള്ളാഹു സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ അതേപോലെ ഈ പ്രോഗ്രാമുകൾ പല നിലക്ക് ധനസഹായിക്കതായ ആൾമാർ അതേപോലെ ഈദ്ക്ക് വേനായിട്ട് വറക്കൊളിഞ്ഞിട്ട് കഷ്ടപ്പെട്ടതായ SKSM ഘട്ടകച്ച ആൾമാർ കേന്ദ്ര ഘട്ടകച്ച ആൾമാർ അതേപോലെ യൂത്ത് വിംഗിലെ ആൾമാർ STM ആൾമാർ SCB ആൾമാർ എല്ലാ ആൾമാർക്കും തക്കതായ പ്രതിഫല
പടച്ചിറപ്പ് കൊടുത്തു അനുഗ്രഹിക്കട്ടെ. അതേപോലെ ഞങ്ങളെ മരിച്ചുപോയ ഞങ്ങളെ സഹോദരന്മാർ അങ്ങ് ഇതൊക്കെ കഠിന അധ്വാനാക്കിയ ആൾമാരെ എത്തിക്കാർ, ഇതൊക്കെ വേനായിട്ട് സമ്പത്തും തടിയും ചെലവാക്കിയ ആൾമാരെ എത്തിക്കാർ, ഇതൊക്കെ വേനായിട്ട് നടന്ന ആൾമാരെ എത്തിക്കാർ, ഇതൊക്കെ വേനായിട്ട് വർക്കൊളിഞ്ഞ ആൾമാരെ എത്തിക്കാർ. അങ്ങയുടെ ബർസഖിയായ ലോകത്തിൽ എത്തിക്കാർ. ഞങ്ങളെ സ്ഥിതിഗതി എന്തോ ഞങ്ങൾക്ക് പിടിയില്ല. ആലമുൽ ബർസഖി ആയിട്ടുള്ള ഒരു ലോകത്തിൽ എത്തിക്കാർ. ഞങ്ങളെ അബുച്ച, അതേപോലെ ഞങ്ങളെ MG മുഹമ്മദാക്ക, അതേപോലെ നസീറാക്ക, അതേപോലെ ഇസ്മായിൽ സാഫി, അതേപോലെ ഐക്കോ മൊയ്തീനാക്ക, അതേപോലെ ധാരാളം ആൾമാർ മരണപ്പെട്ടു പോയിരാറ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഖബർ വിശാലമാക്കിയിട്ട് കൊടുക്കട്ടെ. ഞങ്ങളെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. ഞങ്ങളെയും ഞങ്ങളെയും എല്ലാ അല്ലാഹു അവൻ്റെ പരലോകത്തിൽ സുഖലോക സ്വർഗമായിട്ടുള്ളതായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുകൂ, കാണുകൂ, കണ്ടിട്ട് കണ്ണ് കുളിർമയാവൂ. അല്ലാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.